നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ 2025 മുതൽ 2033 വരെയുള്ള വ്യാഴത്തിൻ്റെ അതിചാരത്തിൻ്റെയും രാശിമാറ്റത്തിൻ്റെയും ട്രാൻസിറ്റിൻ്റെയും വക്രഗതിയുടെയും റെട്രോഗതിയുടെയും കൃത്യമായ തീയതിയും വിവരങ്ങളും ഞാൻ പറയാം. ഈ കാലഘട്ടത്തിൽ വ്യാഴം സാധാരണയെക്കാളിലും കൂടുതൽ സഞ്ചരിക്കുന്നത് അത് അതിചാരം. ഇടയ്ക്കിടെ അത് പുറകോട്ട് വരും, അത് വക്രഗതി, അത് പഴയ രാശിയിലേക്ക് മടങ്ങുന്നതാണ്. ഈ ഒരു അസ്ഥിരമായിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കും എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പം വ്യാഴത്തിൻ്റെ അതിചാരത്തിൻ്റെ ഡേറ്റ് ഞാൻ പറയാം. വ്യാഴത്തിൻ്റെ രാശിമാറ്റ കാലഘട്ടം 2025 മുതൽ 2033 വരെയുള്ളത്. ഈ തീയതികൾ ഏകദേശമാണ്. ചില കലണ്ടറുകളിൽ 1-2 ദിവസത്തെ വ്യത്യാസം കാണാം, പ്രത്യേകിച്ച് ഈ ദൃക്പഞ്ചാംഗം അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ഒക്കെ ഒന്ന് ചെറിയ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. പക്ഷേ ഞാൻ സ്റ്റാൻഡേർഡായിട്ടുള്ള നമ്മുടെ പഞ്ചാംഗത്തെ ബേസ് ചെയ്തിട്ടാണ്, ഇന്ത്യൻ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള പഞ്ചാംഗത്തെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഡേറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2025 അതിചാരത്തിൻ്റെ തുടക്കം, ഏറ്റവും പ്രധാനപ്പെട്ട വർഷം. 2020 തുടങ്ങി, എന്നാലും നമുക്ക് 2025 മുതൽ എടുക്കാം. കഴിഞ്ഞല്ലോ, കോവിഡൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് 2025 മുതൽ എടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്ത് തുടങ്ങിയത് അങ്ങനെയാണ്. ഈ വർഷത്തെ വ്യാഴം 3 രാശികളിൽ സഞ്ചരിക്കുന്നു. ഇത് വളരെ അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. മെയ് 14, 2025 ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക്, ജെമിനിയിലേക്ക്, ടോറസിൽ നിന്ന് ജെമിനിയിലേക്ക് രാശിയിലേക്ക് വരും. അതിനുശേഷം ഒക്ടോബർ 18, 2025 കഴിഞ്ഞ ഒക്ടോബറിൽ 2025 മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക്, ജെമിനിയിൽ നിന്നും ക്യാൻസർ എന്ന് പറയുന്ന സൈനിലേക്ക് പോയി, അതിവേഗ അതിചാരത്തിൽ പോയി, ആക്സിലറേഷൻ മോഷനിൽ അങ്ങോട്ട് പോയി. അതിനുശേഷം ഡിസംബർ 5, 2025 വക്രഗതിയിൽ റെട്രോഗ്രേഡ് വന്ന് തിരികെ മിഥുനത്തിലേക്ക് എത്തി അങ്ങനെ മുന്നോട്ട് പോകും. 2026 അസ്ഥിരത തുടരുന്നു. 2026 കാര്യം പറയാം. ജൂൺ 2, 2026 വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക്, ക്യാൻസർ സൈനിലേക്ക് വ്യാഴം പ്രവേശിക്കുന്നു. 2026 ആണ് പറയുന്നത്. അതിനുശേഷം ഒക്ടോബർ 31, 2026 കർക്കിടകത്തിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് പോകുന്നു. അതിനുശേഷം 2027 പിന്നോട്ടുള്ള പോക്ക്. 2026 അസ്ഥിരത തുടർന്ന് 2026 ജൂണിൽ കർക്കിടകത്തിലേക്ക് പോയിട്ട് ഒക്ടോബർ ആകുമ്പോൾ വീണ്ടും ചാടി മുന്നോട്ട് പോകും. അതിനുശേഷം 2027 പിന്നോട്ട് പോക്ക്. ഈ സമയങ്ങൾ നിങ്ങൾ ഡയറിയിലോ വല്ലതും നോട്ട് ചെയ്ത് വേണം. എന്നിട്ട് ആ കാലയളവിൽ നടക്കുന്ന കാര്യങ്ങൾ, ഒക്ടോബർ 31, 2026 കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് പോകും. ആ സമയത്ത് നടക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. ലോകത്തിലെ തന്നെ മൊത്തത്തിലെ നോക്കുന്നത് നന്നായിരിക്കും. പിന്നീട് 2027 പിന്നോട്ടുള്ള പോക്കാണ്. ജനുവരി 25, 27 വക്രഗതിയിൽ തിരികെ കർക്കിടകം രാശിയിലേക്ക് വീണ്ടും വരും, ബാക്കിലേക്ക് പോകും. പിന്നെ ജൂൺ 26, 2027 വീണ്ടും ചിങ്ങൻ രാശിയിലേക്ക് നേരെ നോർമൽ മോഷനിൽ അത് മുന്നോട്ട് പോകും. തുടർന്ന് നവംബർ 26, 2027 ചിങ്ങത്തിൽ നിന്ന് കന്നി രാശിയിലേക്ക്, വിർഗോ എന്ന് പറയുന്ന സൈനിലേക്ക് വീണ്ടും പോകും. പിന്നെ 2028 2028 മാറ്റങ്ങളുടെ വർഷമാവാനാണ് സാധ്യത. ശുക്രൻ നീചനാവുന്ന രാശിയാണ്, ബുധൻ ഉച്ചനാവുന്ന രാശിയാണ്. ഫെബ്രുവരി 28, 2028 വക്രഗതിയിൽ നിന്നും കന്നിയിൽ നിന്നും തിരികെ ചിങ്ങത്തിലേക്ക് വരും, ലിയോയിലേക്ക് വരും. 2028 ജൂലൈ 24 വീണ്ടും കന്നിയിലേക്ക് പോകും. മുന്നോട്ട് വീണ്ടും സഞ്ചരിച്ച് കന്നിയിലേക്ക് പോകും. ജൂലൈയിൽ ബാക്കിലേക്ക് വന്ന് ഫെബ്രുവരിയിൽ വക്രഗതിയിലേക്ക് തിരിച്ച് ചിങ്ങത്തിലേക്ക് വന്നിട്ട് ജൂലൈയിൽ അത് തിരിച്ച് ജൂലൈ 24 തിരിച്ച് വീണ്ടും കന്നിരാശിയിലേക്ക് പോകും. ഡിസംബർ 26, 2028 കന്നിയിൽ നിന്നും തുലാം രാശിയിലേക്ക് വീണ്ടും പോകും. മനസ്സിലാവുന്നുണ്ടോ? കന്നിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പോകും. ഞാനിതൊക്കെ പറയുന്നത് എന്താ അറിയോ, അസ്ട്രോളജി ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇപ്പോഴേ കുറേ വീഡിയോസൊക്കെ ഇപ്പോഴേ എന്തെങ്കിലുമൊക്കെ വെച്ച് നിരീക്ഷിച്ച് ചെയ്തിട്ടോ. കാരണം
അടുത്ത വർഷം വ്യാഴമാറ്റം വരാനുള്ളതിൻ്റെ വീഡിയോ വരെ ഇപ്പോഴേ ചെയ്യും റേറ്റിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ 2033 വരെയുള്ളത് ഇപ്പോഴേ ചെയ്തിട്ടാൽ അത്രയും ജോലി കുറയുമല്ലോ. അതുകൊണ്ട് അത് ചെയ്യണമെങ്കിൽ ചെയ്യാം. മാർച്ച് 29, 2029 വക്രഗതിയിൽ തിരികെ കന്നിരാശിയിലേക്ക് വന്ന വ്യാഴം ഓഗസ്റ്റ് 25, 2029 വീണ്ടും തുലാം രാശിയിലേക്ക് പോകും. 2028 മുന്നോട്ട് പോയ ആൾ 2029 മാർച്ച് 29 വക്രഗതിയിൽ നിന്നും തിരികെ കന്നിയിലേക്ക് വരും. ഓഗസ്റ്റ് 25, 2029 വീണ്ടും തുലാം രാശിയിലേക്ക് വീണ്ടും കൃത്യമായിട്ടുള്ള മോഷനിലേക്ക് വരും. 2030 വൃശ്ചികത്തിലേക്ക് വരുന്ന വർഷം സ്വയംകൃത അനർദ്ധ രാശിയാണ്. കാലപുരുഷൻ്റെ നാശരാശിയാണ്, മരണരാശിയാണ്. കാലത്തിൻ്റെ ഒരുപാട് ചേഞ്ചസ് വരുന്ന ഒരു കാലമാണത്. ജനുവരി 25, 2030 തുലാത്തിൽ നിന്നും വൃശ്ചികം സ്കോർപ്പിയോൺ രാശിയിലേക്ക്. മെയ് 1, 2030 വക്രഗതിയിൽ തിരികെ തുലാത്തിലേക്ക് പോകും, ലിബ്രയിലേക്ക് തിരിച്ചു പോകും. സെപ്റ്റംബർ 23, 2030 വീണ്ടും സ്കോർപ്പിയോണിലേക്ക് വൃശ്ചികൻ രാശിയിലേക്ക് വ്യാഴം വരും. 2031 ധനുവിലേക്ക്, സ്വന്തം രാശി, കാലപുരുഷൻ്റെ ഭാഗ്യരാശിയാണത്. ഒരു അവസാനത്തെ കുട്ടിക്കലാശം എന്നൊക്കെ പറയത്തില്ലേ, വ്യാഴം കാലപുരുഷൻ്റെ 9ാമത്തെ രാശിയിലേക്ക് സ്വക്ഷേത്രത്തിലേക്ക് വരുന്ന കാലം. ഫെബ്രുവരി 17, 2031 വൃശ്ചികത്തിൽ നിന്നും ധനു രാശിയിലേക്ക് പോകും. പക്ഷേ ജൂൺ 14, 2031 വക്രഗതിയിൽ തിരികെ വൃശ്ചികത്തിലേക്ക് പോകും, തിരിച്ച് വീണ്ടും പോകും. പക്ഷേ ഒക്ടോബർ 15, 2031 വീണ്ടും സാജിറ്റേറിയസിലേക്ക്, ധനുവിലേക്ക് പോകും. സ്പിരിച്വൽ ബൂമിങ്, റിയൽ സ്പിരിച്വൽ ബൂമിങ് ഉണ്ടാകുന്നൊരു കാലഘട്ടമാണത്. ഒരുപാട് റിയൽ ഗുരുസ്, ശരിക്കുള്ള സത്ഗുരു, ശരിക്കുള്ള ഗുരു, സത്തുള്ള ഗുരുക്കന്മാരുണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് അത്. അതിനുശേഷം 2032 തൻ്റെ നീചരാശിയിലേക്ക് വ്യാഴത്തിൻ്റെ യാത്ര. മാർച്ച് 5, 2032 ധനുവിൽ നിന്നും മകരം ക്യാപ്രിക്കോൺ സൈനിലേക്ക് പോകും. വ്യാഴത്തിൻ്റെ നീചരാശിയാണത്. ഓഗസ്റ്റ് 12, 2032 വക്രഗതിയിൽ തിരികെ ധനുരാശിയിലേക്ക്. ഒക്ടോബർ 23, 2032 വീണ്ടും മകരം രാശിയിലേക്ക് പോകും. 2032 അതിചാര കാലഘട്ടത്തിൻ്റെ അവസാന കൊട്ടിക്കലാശമാണ്. മാർച്ച് 18, 2033 മകരത്തിൽ നിന്നും കുംഭം രാശിയിലേക്ക്, അക്വാറിയസിലേക്ക്, കുംഭൻ്റെ രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ സഞ്ചാരം വരുന്നതോടുകൂടി പ്രധാനപ്പെട്ട അസ്ഥിര സഞ്ചാരം 2033 നിന്ന് തിരിഞ്ഞ് 2025 നോക്കുമ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ലോകം, നമ്മൾ മാത്രമല്ല, നമ്മളെന്തായാലും മാറും, എല്ലാ മനുഷ്യരും മാറ്റമുണ്ട്, പക്ഷേ ലോകത്തിൻ്റെ ചേഞ്ചസ് ഒരു നോർമൽ യുക്തിസഹമായ രീതിയിലായിരിക്കില്ല, ലോജിക്കൽ രീതിയിലായിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനി നമുക്കൊരു സമറി ഓഫ് അനാലിസിസ് ഒന്ന് നോക്കാം, എന്നിട്ട് ഈ സീരീസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 2025-27 കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള അതിചാര കാലഘട്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യാഴം ഒരു രാശിയിൽ നിൽക്കാതെ വേഗത്തിൽ സഞ്ചരിക്കുകയും പെട്ടെന്ന് വക്രഗതിയിൽ പിന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു കാലഘട്ടമായതിനാൽ ലോക സംഭവങ്ങളുടെ ഒരു അനിശ്ചിതത്വത്തിൻ്റെ ശക്തമായിട്ടുള്ള തുടക്കം അത് സൃഷ്ടിക്കുന്നതും ഈ ഒരു കാലഘട്ടമായിരിക്കും. 2025-2027 കാലഘട്ടം. അസ്ഥിരത, സാധാരണ ഒരു വർഷം ഒരു രാശിയിൽ നിൽക്കേണ്ട വ്യാഴം ഈ കാലയളവിൽ 5-6 മാസങ്ങൾക്കുള്ളിൽ രാശി മാറുന്നത് കൊണ്ട് ഭരണകൂടങ്ങൾ സാമ്പത്തിക ലോകത്തിന് പെട്ടെന്ന് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും സൈന്യത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും പലപ്പോഴും വലിയ വലിയ കോർപ്പറേറ്റ്സ്, അവരും ഭരണകൂടങ്ങളാണല്ലോ, ഭരണകൂടങ്ങളെ വരെ സമ്പത്ത് കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന കോർപ്പറേറ്റ്സിനുള്ളിൽ വളരെ ശക്തമായിട്ടുള്ള അനിശ്ചിതത്വങ്ങൾ ഉണ്ടാവാനുള്ള
സാധ്യതകളുണ്ടാവും. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ സൂക്ഷിക്കുക. ശ്രദ്ധിക്കേണ്ട സമയം, ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട സമയം ഒക്ടോബർ 2025 മുതൽ 2026 പകുതി വരെയുള്ള സമയം സാമ്പത്തികമായും രാഷ്ട്രീയമായും ഇപ്പം വളരെ നിർണായകമാണെന്ന് പ്രസൻറ്റിനെ കുറിച്ച് കൂടുതൽ നമ്മൾ പറയുമ്പോൾ ചിന്തിക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അടുത്തടുത്ത വ്യാഴാതിചാര കാലങ്ങളിലും അതുപോലെ തന്നെ 2033 ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള ഒരു ചർച്ചകൾ നമുക്ക് നടത്താം. അന്ന് നമുക്ക് ഈ വീഡിയോ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അന്ന് അത് അനലൈസ് ചെയ്യുകയും ചെയ്യാം, ഒബ്സർവ് ചെയ്യുകയും ചെയ്യാം. അത് എന്തൊക്കെ ശരി വന്നിട്ടുണ്ട്, എന്തൊക്കെ തെറ്റിപ്പോയി എന്നുള്ളത് നമുക്ക് നോക്കാം. മാർച്ച് 18, 2033 മകരത്തിൽ നിന്നും കുംഭം രാശിയിലേക്ക് ഇതോടെ ഉള്ള സഞ്ചാരം പോയിന്റിൽ നിന്നുകൊണ്ട് നമുക്ക് നോക്കാം. മാർച്ച് 18, 2033 അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയത്, പലതരത്തിലുള്ള ഡോഗ്മാസ്, സൊസൈറ്റിയുടെ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ അസ്ട്രോളജിയിൽ സംഹിതയിൽ വരുന്ന കാര്യങ്ങളായിട്ടുള്ള കാലാകാലങ്ങളിൽ മാറ്റി രചിക്കപ്പെടേണ്ടതാണ് സംഹിത. ജ്യോതിഷത്തിന് 3 ഭാഗമാണ് ജ്യോതിഷത്തിനുള്ളത്. ഒന്ന് ഗോളം എന്ന് പറയുന്ന ഒന്നാമത്തെ ഭാഗം, സ്പെറിക്കൽ ആസ്ട്രോണമി. രണ്ടാമത്തെ ഹോര എന്ന് പറയുന്നത് ജ്യോതിഷം, ജാതക വിശകലനം. ഇപ്പം വരാഹമിഹിരൻ്റെ ഹോരയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാശര ഹോര, സ്കന്ദഹോര, യവനന്മാരുടെ പേർഷ്യൻ അസ്ട്രോളജിയിൽ യവന ഹോര എന്നൊക്കെ പറയുന്നത് ഹോരാസ വിഭാഗമാണ്. അത് ജാതക വിശകലനമാണ്. അതല്ലാതെ മൂന്നാമതൊരു ഭാഗമുണ്ട്, ഇതിനെ കാലദേശങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു രീതി, അതാണ് സംഹിത. അവിടെയാണ് മുഹൂർത്തം വരുന്നത്, കോമ്പാക്റ്റിബിലിറ്റി ചെക്കിങ് വരുന്നത്. ഈ ചൊവ്വാദോഷം, ആ ദോഷം, ഈ ദോഷമൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ കോമ്പാറ്റിബിലിറ്റിയൊക്കെ ചെക്ക് ചെയ്യുമ്പോഴുള്ള ഈ രീതികൾ ഒരു കാലഘട്ടത്തിൽ അത് കറക്റ്റായിട്ട് വന്നിരുന്നു, അവിടെ അന്നത്തെ മനുഷ്യരുടെ ഒരു രീതി അനുസരിച്ച്. അപ്പം ആ 1072 പൊരുത്തങ്ങളുള്ളതിൽ 10 മാത്രം ചുരുക്കി എടുക്കുന്ന ഒരു രീതി കേരളത്തിലൊരു രീതി, തമിഴ്നാട്ടിലൊരു രീതി, ആന്ധ്രയിലൊരു രീതി, അതിൻ്റെ അപ്പുറത്ത് വേറൊരു രീതി. അപ്പോൾ ആ സംഹിതയിൽ വരുന്ന വിഷയങ്ങൾ, അത് ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. ചൊവ്വാദോഷം, പേരുദോഷവും കേൾപ്പിക്കുന്നുണ്ട് ജ്യോതിഷത്തിന്. അപ്പം അതൊക്കെ മാറ്റി എഴുതേണ്ട, അതൊക്കെ മാറ്റി ചിന്തിക്കേണ്ട ഒരു കാലവും കൂടിയാണ്. ജ്യോതിഷ വിശ്വാസികളും ജ്യോതിഷ വിദ്യാർത്ഥികളും പ്രൊഫഷണൽ അസ്ട്രോളജേഴ്സും ഇല്ലെങ്കിൽ അടുത്ത തലമുറ ഇതിനെ മൊത്തത്തിൽ തള്ളിപ്പറയാൻ, ഈ ഒരു ശാസ്ത്രത്തെ മൊത്തത്തിൽ നിഷേധിക്കാൻ, അവരുടെ അഭിപ്രായങ്ങൾക്ക് ഉത്തരമില്ലാത്ത അവസ്ഥയിലേക്ക് കാലഹരണപ്പെട്ടു പോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ചാൽ അതിൽ ഒരുപാട് പഴി ഈ ശാസ്ത്രം കേൾക്കേണ്ടി വരും. സംഹിത എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ വരുന്ന വിഷയങ്ങൾ കൊണ്ടാണ് ജ്യോതിഷത്തിന് ഇത്രത്തോളം പേദോഷം കേൾക്കുന്നത്. അപ്പോൾ ആ വിഷയങ്ങൾ മാറ്റി, അതിനെ മാറ്റി ചിന്തിക്കേണ്ടതിനെ പൂർണ്ണമായി മാറ്റാനല്ല, അങ്ങനെ മാറ്റാനൊന്നും പറ്റത്തില്ല. അതിലുള്ള കാര്യങ്ങളൊക്കെ എക്കാലം ഉള്ളതാണ്. പക്ഷേ പരിഷ്കരിക്കേണ്ടിടത്ത് പരിഷ്കരിച്ചും ദേശം കാലം അത് നോക്കണം. ദേശകാല അടിസ്ഥാനത്തിൽ സംഹിതാകാണ്ഡത്തിൽ വരുന്ന വിഷയങ്ങൾ ഉപയോഗിക്കാനുള്ള യുക്തിയും ഒബ്സർവേഷനും സാധനയിലൂടെ വളർത്തിയെടുക്കണം. പഠനത്തിലൂടെയും സാധനയിലൂടെയും വളർത്തിയെടുക്കണം. കാലം എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കി അത് വളർത്തിയെടുത്തുകൊണ്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഒരുപാട് ഒബ്സർവ് ചെയ്യുക, ഒരുപാട് ജീവിതങ്ങൾ നോക്കുക, ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കി അതിനെ പരിഷ്കരിച്ച് അവനവൻ്റേതായ ഓരോ രീതികൾ, അത് അവരവരായി കണ്ടെത്തുന്ന ഓരോ രീതികൾ സംഹിതാ രീതിയിൽ കൊണ്ടുവരിക. ഹോരയിൽ ഓൾറെഡി ഋഷിമാർ പറഞ്ഞു വെച്ചതൊക്കെ തന്നെ ഇനി എക്കാലവും വരത്തുള്ളൂ. ഗോളത്തിലും അങ്ങനെ തന്നെ. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് 7ാം ഭാവം തുടങ്ങാം. വ്യാഴത്തിൻ്റെ അതിചാരം വളരെ വിശദമായിട്ട് എനിക്ക് തോന്നുന്നില്ല ആരും ഇത്രയും ഡീറ്റെയിൽഡായിട്ട് മലയാളത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഞാനിത് ഈ വീഡിയോ ഇത്രയും സമയമെടുത്ത് ഇത് ചെയ്യാൻ കാരണം ഇതിന് വ്യൂവേഴ്സ് കുറവാണെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും ആർക്കും വേണ്ട. ഇപ്പം വ്യാഴമാറ്റത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോയോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്ന വീഡിയോ ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും വേണം. ഇതൊന്നും ആർക്കും വേണ്ട. നല്ല കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ള അവരവർക്ക് വേണ്ട കാര്യങ്ങളും
അതേപോലെ തന്നെ വല്ല ഗോസിപ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വൈറലാവും. ഇതൊന്നും ആർക്കും അധികം മനസ്സിലാവത്ത് പോലുമില്ല. പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക്, അത് ഒരാളാണെങ്കിൽ പോലും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ഡേറ്റുകളൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഇൻ്റർനെറ്റിൽ ഈ ഡേറ്റുകളെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് ഇന്ത്യൻ വേദിക് അസ്ട്രോളജി ബേസ് ചെയ്തിട്ട് അതിചാരത്തിൻ്റെ ഡേറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡേറ്റ് എല്ലാം കിട്ടും. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു 100 വർഷത്തെ പഞ്ചാംഗമോ വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങനെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ല സോഫ്റ്റ്വെയറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജൂപ്പിറ്റർ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വർഷങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വർഷത്തെയും ഡേറ്റുകൾ കിട്ടും. ഇത്രയൊക്കെ തന്നെ മതി. അപ്പം അത്രയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഡേറ്റ്, ആ ഡേറ്റ് വെച്ച് നിങ്ങൾ പഠിക്കുക, നിങ്ങൾ നിരീക്ഷിക്കുക, ആ കാലയളവിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നിരീക്ഷിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്ക് 7-ാം ഭാവം തുടങ്ങണ്ടേ? അപ്പോൾ 7-ാം ഭാവം പുതിയ വിഷയവുമായിട്ട് നമുക്ക് കാണാം. നമസ്കാരം.